സെയ്ഫിനെ കുത്തിയത് ബംഗ്ലാദേശിലെ പൗരനാണ്. ആ വാർത്ത വല്ലാതെ നടുക്കി. എനിക്ക് നമ്മളിവിടെ വന്നപ്പോൾ നോർത്ത് ഇന്ത്യൻ ചാനലിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത രണ്ട് വിഷയങ്ങളിൽ ഒന്ന് മഹാകുംഭമേളയും പിന്നൊന്ന് സെയ്ഫിന്റെ വാർത്ത. കാരണം ഇന്നലെയാണല്ലോ പ്രതി പിടിയിലായത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഭയങ്കര തുടർ വാർത്തകളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതിയെ പിടിക്കാത്തതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ടായിരുന്നു. പിന്നീട് പ്രതിയോട് സാദൃശ്യമുള്ള ആളുകളെ പലയിടത്ത് കസ്റ്റഡിയിലെടുത്ത വാർത്തകളുണ്ടായിരുന്നു. കാരണം സെയ്ഫ് അലി ഖാൻ ഒരു ഫിഗറാണല്ലോ. സ്വാഭാവികമായും അത്ര സുരക്ഷയുള്ളൊരു സ്ഥലത്ത് കയറി ഒരാൾ ആക്രമിക്കപ്പെടുന്നു. പിന്നെ അതിനകത്ത് അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രതിയെ പിടിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. തീർച്ചയായും ദില്ലിയിൽ പക്ഷേ നല്ല സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ ഡൽഹിയിൽ നമുക്കറിയാം 2012 നിർഭയ സംഭവം ഉണ്ടായി. നിർഭയ സംഭവത്തിന് ശേഷം വലിയ പ്രതിഷേധങ്ങളും സുരക്ഷാ സംവിധാനങ്ങളിലൊക്കെ ഒരു മാറ്റം വന്നു. ഇപ്പോൾ രാത്രിയൊക്കെ നല്ല സുരക്ഷാ ക്രമീകരണങ്ങൾ. പക്ഷേ അപ്പോഴും ഈ ഡൽഹി എന്ന് പറയുന്നൊരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു മൈഗ്രേറ്റഡ് സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പുതിയ ആളുകൾ ഓരോ ദിവസവും വരും. അപ്പോൾ ഈ പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ അവരുടെ ഐഡൻറ്റിറ്റിയൊക്കെ തന്നെ ആർക്കും അറിയില്ല. വലിയ ക്രൈം ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. 2012 ആ കൂട്ടബലാത്സംഗ സംഭവത്തിന് ശേഷവും ഒരുപാട് ക്രൈമുകൾ ഡൽഹിയിൽ ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ റിപ്പബ്ലിക് ഡേൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രത്യേക സുരക്ഷയുണ്ട്. അതിനിപ്പോൾ അടുത്ത ഈ റിപ്പബ്ലിക് ഡേ ചടങ്ങ് കഴിയുന്നത് വരെ വലിയ റെസ്ട്രിക്ഷൻ ആയിരിക്കും. ഒരു 5 അടുക്കുകളിലായിട്ടുള്ള സുരക്ഷയായിരിക്കും. ഡൽഹി, പ്രത്യേകിച്ച് ഈ ന്യൂഡൽഹി, ഈ സെൻട്രൽ മേഖലയിലേക്ക് ലുട്യൻസ് ഡൽഹി എന്നാണ് ഇതിന് പറയുക. ഓക്കെ.